കേരള ഹൈക്കോടതിക്ക് മുന്നിൽ അഭിഭാഷകരുടെ തേർവാഴ്ച, മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും നേരെ അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടം, മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അഭിഭാഷകനായ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ യുവതിയെ അപമാനിച്ച സംഭവം വാർത്തയാക്കിയതിന് എതിരെ അഭിഭാഷകർ നടത്തിയ പ്രതിഷേധമാണ് വലിയ സംഘർഷത്തിലേക്ക് കേരള ഹൈക്കോടതിക്ക് മുൻപിൽ സൃഷ്ടിച്ചത്. അഭിഭാഷകർ ഹൈക്കോടതിയിലെ മീഡിയ റൂം അടച്ചുപൂട്ടി, വനിതാ മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിച്ചു, കേട്ടാലറയ്ക്കുന്ന ഭാഷയിലുള്ള തെറി വിളിച്ച് അപമാനിച്ചു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. പോലീസുകാർക്കടക്കം വലിയ മർദ്ദനമാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ഹൈക്കോടതിക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് അവിടെ ശമനം വന്നിട്ടില്ല. ഒരു സൈഡിൽ മാധ്യമപ്രവർത്തകരും മറു സൈഡിൽ വലിയൊരു സംഘം അഭിഭാഷകരും ഇപ്പോഴും കൂടി നിൽക്കുകയാണ്. ഈ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് വലിയ മുദ്രാവാക്യം വിളികളടക്കമുള്ള സംഭവങ്ങൾ വരുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് കുറവ് വരുന്നില്ല. വലിയൊരു പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. നേരത്തെ പോലീസുകാരെ അടക്കം മർദ്ദിക്കുന്ന നടപടികളാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും. ഒരുപക്ഷെ നിയമത്തിന് ചേരാത്ത തരത്തിലുള്ള, അഭിഭാഷകരുടെ ആ പദവിക്ക് ചേരാത്ത തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള പദപ്രയോഗങ്ങൾ വരെ അവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കടക്കം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം. സമീർ ചേരുന്നുണ്ട്. സമീർ, ഇപ്പോൾ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഈ സംഘർഷത്തിന് നടുവിലേക്ക് കൂടുതൽ പോലീസ് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് എന്താണ് അവിടെ നിന്നും പറയാൻ കഴിയുന്നത്? മനു, ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ADGP അരുൾ RB കൃഷ്ണൻ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചതിലും അതോടൊപ്പം തന്നെ പോലീസ് ഇവിടുത്തുള്ള നടപടികളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അരുൾ RB കൃഷ്ണൻ IPS ഇവിടെ എത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സംഭവം ഇപ്പോൾ ഏറെക്കുറെ സമാധാനപരം ആയിട്ടുണ്ട്. ഇനി എന്നാൽ കൂടി അഭിഭാഷകർ പൂർണ്ണമായും ഇവിടെ നിന്നും തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നേരിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ കൂടി ADGP ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് വലിയ രീതിയിൽ തന്നെ ഒരു സമാധാനപരമായിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് വലിയ അയവ് വന്നിട്ടുണ്ട്. എന്നാൽ കൂടി ഈ അഭിഭാഷകരുടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത് കൊണ്ട്, സംഘം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നേരിയ ഒരു സംഘർഷാവസ്ഥ, പൂർണ്ണമായും സംഘർഷാവസ്ഥ നീങ്ങിയെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഏതായാലും കൂടുതൽ പോലീസിനെ എത്തിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ മുൻഭാഗത്ത് പൂർണ്ണമായും ക്യാമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ADGP തന്നെ സംഭവം നേരിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, സംഭവത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം അറിയാനതിന് വേണ്ടിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി വൈകാതെ തന്നെ ഈ അഭിഭാഷകർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് തിരിഞ്ഞു പോകാൻ അഭിഭാഷകർ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേരത്തെ സമാധാനപരമായിട്ട് ഇവിടെ കുത്തിയിരിപ്പ് സമരമായിരുന്നു അഭിഭാഷകരുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും സാന്നിധ്യത്തിൽ സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മാധ്യമപ്രവർത്തകർ. എന്നാൽ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയും അതോടൊപ്പം തന്നെ പോലീസിന് നേരെയും അഭിഭാഷകർ കയ്യേറ്റം ഉണ്ടാവുകയും അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഇപ്പോൾ ഇവിടെ നിന്നും മാറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ തൊട്ട് മുൻഭാഗത്തുള്ള ഈ റോഡിലൂടെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഭിഭാഷകരെല്ലാം തന്നെ ഇപ്പോഴും ഹൈക്കോടതിയുടെ മുമ്പിൽ നില ഉറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പോലീസ് എത്തിക്കൊണ്ട് ഇവരെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിക്കൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരെ പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. സമീർ, ഈ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകരുടെ മേൽ ഈ ബൈക്ക് ഓടിച്ചു കയറ്റിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ അഭിഭാഷകർ ചിലർ ബൈക്കുമായി അവരുടെ ഇടയിലേക്ക് കയറി വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? മനു, ഈ മാധ്യമപ്രവർത്തകരുടെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് തന്നെ ഇവിടുന്ന് മാധ്യമപ്രവർത്തകരുടെ നിന്ന് തുരത്തി ഓടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആദ്യം പല രീതിയിലുള്ള അസഭ്യം പറച്ചിലടക്കം ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സമാധാനപരമായി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത അഭിഭാഷകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനപരമായിട്ടുള്ള കുത്തിയിരിപ്പ് സമരമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ വേളയിലാണ് അഭിഭാഷകരിൽ ഒരാൾ ഇവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അതിനകത്ത് ഈ ബൈക്കുമായി ഓടിച്ചു വരികയും ചെയ്തു. എന്നാൽ അത് തൊട്ടടുത്തായിരുന്നു ഈ ഇവിടുന്ന് മാധ്യമപ്രവർത്തകരെ അല്പം മാറിയത് കൊണ്ട് തന്നെ ഒരു അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ എല്ലാം വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അഭിഭാഷകരുടെ ഇത്തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ കടന്നു വരികയും തുടർന്ന് മാധ്യമ പ്രവർത്തകർക്ക് അപ്പുറത്ത് പോലീസിന് നേരെയും ഈ അഭിഭാഷകർ കയ്യേറ്റ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതായിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീക്കിയതും പിന്നീട് ലാത്തിചാർജടക്കം സംഭവം എത്തിച്ചതും. എന്നാൽ പിന്നീട് സംഭവം ഏറെക്കുറെ ശാന്തമാവുകയും ലാത്തിചാർജിന് ശേഷം അഭിഭാഷകർ പിരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് മുദ്രാവാക്യ വിളികളുമായിട്ട് വീണ്ടും തമ്പടിച്ചു കൂടുന്ന ഒരു വിശേഷമുണ്ടായി. അത് തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആവശ്യമാണ് എങ്കിൽ ഇവിടെ രാത്രിയും ക്യാമ്പ് ചെയ്യാവുന്ന വിധത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അഭിഭാഷകരെ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന്, ഇവിടെ കൂടി നിൽക്കുന്ന അഭിഭാഷകരെല്ലാം തന്നെ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ഈ അഭിഭാഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ തുടർന്ന് ഏതാനും പേരൊക്കെ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇനിയും വലിയ രീതിയിലുള്ള അഭിഭാഷകർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അവരെ ഇവിടെ നിന്ന് അവരെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരികയുമാണ്. മനു, സത്യത്തിൽ സമീർ, ഇവിടെ വലിയൊരു പോലീസ് സംഘം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത്രയധികം രീതിയിൽ അന്തരീക്ഷം ശാന്തമായി എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ നേരത്തെ പിരിഞ്ഞുപോയ അഭിഭാഷകർ പിന്നീട് വീണ്ടും തിരികെ വരുന്നു, അവിടെ കൂട്ടം കൂടി നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പ്രകോപനം സൃഷ്ടിക്കുന്നു. ഈ പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനു, പൂർണ്ണമായും ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ലാത്തിചാർജിനെ തുടർന്ന് വലിയ വിഭാഗം അഭിഭാഷകരെല്ലാം തന്നെ തിരിഞ്ഞു പോയിരുന്നു. എന്നാൽ അവർ പിന്നീട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒത്തുകൂടുകയും ഹൈക്കോടതിയുടെ ആദ്യ ഈ ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരുമിച്ച് കൂടുകയും ചെയ്തു. ഇത് തുടർന്നാണ് ഇപ്പോൾ ഏത് നിമിഷവും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതേ തുടർന്നായിരുന്നു മാധ്യമപ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് അതിനിടയിൽ പോലീസ് നിലയുറപ്പിച്ചുകൊണ്ട് രണ്ട് അഭിഭാഷകർ മറ്റൊരു ഭാഗത്തും മാധ്യമപ്രവർത്തകരെ മറ്റൊരു ഭാഗത്തുമാക്കിക്കൊണ്ട് സമാധാനപരമായിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യവുമായിട്ട് പോലീസ് ഇവിടെ നിലയുറപ്പിക്കുന്നത്. എന്നാൽ ഈ രണ്ട് വിഭാഗത്തെയും മാധ്യമപ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള സംഘടിതമായി എത്തിയുള്ള അഭിഭാഷകരെ നിയന്ത്രിക്കാൻ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷമാണ് പിന്നീട് പോലീസ് വാഹനങ്ങളിൽ കൂടുതൽ പോലീസ് സേനയെ തന്നെ ഇവിടെ വിന്യസിക്കുകയും രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ കൂടി ഇപ്പോഴും അഭിഭാഷകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നേരിയ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. അതേസമയം മാധ്യമപ്രവർത്തകർ പൂർണ്ണമായും ഇപ്പോൾ ഹൈക്കോടതിയുടെ മുൻഭാഗത്തു നിന്നും മാറിയിട്ടുണ്ട്. ഇപ്പോൾ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഭിഭാഷകർ ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ അഭിഭാഷകർ എല്ലാവരും തന്നെ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും കയ്യേറ്റമുണ്ടായ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ADGP അരുൾ RB കൃഷ്ണൻ IPS ഇവിടെ നേരിട്ട് എത്തിക്കൊണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ച് അറിയുകയാണ്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ വിന്യസിക്കാം എന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് എതിരെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ആണ് ഉണ്ടാവുന്നത്. അതിനിടയിൽ പോലീസിനെതിരെയും അഭിഭാഷകർ കയ്യേറ്റം ചെയ്ത സംഭവം കൂടിയാകുമ്പോൾ അതിന്റെ ഗൗരവം ഏറെ വലുതാവുകയാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, പലയിടങ്ങളിലും ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് പലപ്പോഴും വാർത്ത വരുമ്പോൾ ആശ്ചര്യത്തോടു കൂടി നോക്കിയിരുന്ന മലയാളികൾ ഇപ്പോൾ അത് ഹൈക്കോടതിയുടെ മുന്നിലും ഹൈക്കോടതിക്ക് അകത്ത് പോലും അവഹേളിക്കപ്പെടുകയും ഹൈക്കോടതിയുടെ പുറത്ത് മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ തന്നെ കയ്യേറ്റം ചെയ്ത ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു എന്ന ഏറെ ഖേദകരമായ സംഭവങ്ങളാണ് മനു വാർത്തയാവുന്നത്. സമീർ, തീർച്ചയായും സമീറിലേക്ക് വരാം. ഗവൺമെന്റ് ലീഡർ യുവതിയെ അപമാനിച്ച സംഭവത്തിൽ വലിയ സംഭവ വികാസങ്ങൾക്കാണ് ഹൈക്കോടതിക്ക് മുന്നിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ നേരെയും അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടം തന്നെ നടന്നു. മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും അടക്കം മർദ്ദനമേറ്റു. വലിയ സംഘർഷാവസ്ഥ. ഹൈക്കോടതിയിലെ മീഡിയ റൂം, ചീഫ് ജസ്റ്റിസ് അനുവദിച്ചിട്ടുള്ള മീഡിയ റൂം അടക്കം താഴിട്ട് പൂട്ടി. വനിതാ അഭിഭാഷകരെ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ച് അപമാനിക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ കേരളത്തിന് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ നാണക്കേട് സൃഷ്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് കേരള ഹൈക്കോടതിക്ക് മുന്നിൽ കൊച്ചിയിൽ നടന്നത്. ധനേഷ് മാത്യു മാഞ്ഞൂരാൻ യുവതിയെ അപമാനിച്ച സംഭവം വാർത്തയാക്കിയതിന് എതിരെ അഭിഭാഷകർ നടത്തിയ പ്രതിഷേധമാണ് ഈ സംഘർഷത്തിലേക്കെല്ലാം എത്തിച്ചത്. അഭിഭാഷകർ ഹൈക്കോടതിയിലെ മീഡിയ റൂം അടച്ചുപൂട്ടി. പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് നേരെയായിരുന്നു ഈ അഭിഭാഷകരുടെ തേർവാഴ്ച നടന്നത്. വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം അപമാനിക്കുന്ന സംഭവ വികാസങ്ങൾ. പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകരുടെ ധർണയ്ക്ക് നേരെ കല്ലേറടക്കമുള്ള കാര്യങ്ങൾ, ബൈക്ക് ഓടിച്ചു കയറ്റുന്ന സംഭവങ്ങൾ
ചുരുക്കത്തിൽ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർ അരക്ഷിതരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടായത്. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു തേർവാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. അവിടെ പോലീസിന് നേരെയും ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം നേരിടേണ്ടി വരുന്നു. പോലീസുകാരെ വളഞ്ഞിട്ടടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്ത് വലിയ ചീത്തവിളികൾ നടക്കുന്നു കൊച്ചിയിൽ ഹൈക്കോടതിക്ക് മുന്നിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിക്ക് മുന്നിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് എന്നത് തന്നെയാണ്. ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായ തോതിൽ ശമനമായിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ അവിടെ സംഘർഷം തടയാൻ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഈ അഭിഭാഷകർ അവിടെ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അത്തരത്തിൽ പ്രകോപനപരമായ വാചകങ്ങൾ പറയുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്തും നടക്കുന്നുണ്ട്. വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് കേരള ഹൈക്കോടതിയുടെ മുൻവശം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഹൈക്കോടതിക്ക് മുന്നിൽ നിയമം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കേരളം സാക്ഷിയായി. ഓട്ടോറിക്ഷക്കാർക്ക് വരെ പോലും രക്ഷയില്ലാത്തൊരവസ്ഥയുണ്ടായി അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും. അത്തരത്തിൽ മൊത്തത്തിൽ റൗഡിസം കാണിച്ചു കൂട്ടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്രിമിനലുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ന് കൊച്ചിയിൽ ഹൈക്കോടതിക്ക് മുന്നിൽ അരങ്ങേറിയത്. ഇന്നലെ മുതൽ തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിരുന്നു. നേരത്തെ അഭിഭാഷകർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരടക്കം ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ആക്രമണത്തിനുള്ള കാരണങ്ങളായിട്ടുണ്ട്. കള്ളവാർത്തയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ വലിയ സംഭവവികാസങ്ങൾ, വലിയ മർദ്ദനങ്ങൾ ഒക്കെ നടന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയുടെ മുൻവശം ഇന്ന് യുദ്ധകളമായി മാറിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പോലീസുകാർക്കടക്കം അവിടെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം. സമീർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സമീർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ ഇരുവിഭാഗവുമായും സംസാരിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ? മനു, അയവില്ലാത്ത സംഘർഷത്തിന് ഒരു താൽക്കാലിക അറുതിയായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഇപ്പോൾ അല്പസമയം മുമ്പ് കൊച്ചി കമ്മീഷണർ അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തുകയും മാധ്യമപ്രവർത്തകരോടും അതോടൊപ്പം തന്നെ അഭിഭാഷകരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി ഒഴിഞ്ഞു പോയെങ്കിൽ കൂടി അഭിഭാഷകർ പിന്നെയും ഹൈക്കോടതിയുടെ മുന്നിൽ തടിച്ചുകൂടുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ നീണ്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നീണ്ടുനിന്ന ഈ സംഘർഷത്തിന് അയവ് വരുത്തിക്കൊണ്ട് അഭിഭാഷകരെല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു. സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമിതനായിട്ടുള്ള ധനേഷ് മാത്യു മാഞ്ഞൂരാൻ എന്ന അഭിഭാഷകൻ, ഗവൺമെന്റ് പ്ലീഡർ ആയിട്ടുള്ള അഭിഭാഷകൻ ഒരു സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കെല്ലാം നയിച്ചത്. ഈ വ്യക്തി നടത്തിയിട്ടുള്ള ക്രൂരകൃത്യം ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നേരിടേണ്ടതിന് പകരം ഇത് വാർത്ത നൽകിയ അഭിഭാഷകർക്കെതിരെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന വിധത്തിലുള്ള നടപടികൾ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഒക്കെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ വ്യക്തിയെ ഈ ധനേഷ് മാത്യുവിനെ അറസ്റ്റ് ചെയ്ത സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ വ്യക്തി തന്നെയാണ് ഈ സംഭവം നടത്തിയത് എന്ന് പിന്നീട് ഈ സ്ത്രീ നൽകിയിട്ടുള്ള രഹസ്യമൊഴിയിൽ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് പിന്നീട് റദ്ദാക്കുകയും അവിടെ പ്രതിഷേധ പ്രകടനം ഇല്ലാതാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പും ഉണ്ടായിരുന്നു. ഈ ക്രൂരകൃത്യം ചെയ്ത ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ ധനേഷ് മാത്യു മാഞ്ഞൂരാനെ പിന്തുണക്കുന്നതിൽ നിന്ന് മാറിപ്പോയിരുന്നു. എന്നാൽ പിന്നീട് ഈ ധനേഷ് മാത്യുവിനെ പിന്നിൽ അണിനിരക്കുന്ന ഏതാനും അഭിഭാഷകരുടെ ഭാഗത്തു നിന്നാണ് ഇന്നലെയും ഇന്നുമായി മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അസഭ്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്ന് കയ്യേറ്റത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഖേദകരമായ കാര്യം കൂടി ഇന്ന് ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമാധാനപരമായിട്ട് ആയിരുന്നു കാര്യങ്ങളെല്ലാം നീങ്ങിയിരുന്നത്. ഇന്ന് ഹൈക്കോടതിയിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന 3 വനിതാ മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള മീഡിയ റൂമിൽ നിന്ന് ഇറക്കി വിടുകയും അവരെ അവഹേളിക്കുകയും ചെയ്തു, അവരോട് അസഭ്യം പറയുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഹൈക്കോടതിയെ അറിയിച്ച സംഭവം നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഭിഭാഷകരെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മുറ്റത്ത് ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ചത്. ഈ സംഭവം, ഇതിന്റെ ദൃശ്യങ്ങൾ
പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയാണ് ഹൈക്കോടതിയുടെ മുറ്റത്തു നിന്നും ഓടി ഇറങ്ങിക്കൊണ്ട് സംഘം ചേർന്നുകൊണ്ട് അഭിഭാഷകർ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടത്. അതിൽ ഏഷ്യാനെറ്റിന്റെയും അതോടൊപ്പം തന്നെ മീഡിയ വണിന്റെയും ക്യാമറ പേഴ്സൺസിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പരിക്ക് ഏൽക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സംഭവം സമീറിലേക്ക് വരാം. നമുക്ക് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും